ടൈം ആൻഡ് വർക്ക് സെക്ഷനിൽ നിന്നൊരു PYQ ആണത്, PSC എക്സാമിൻ്റെ. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ RRBക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പം ആദ്യം ചോദ്യം വായിക്കാം. ABC എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ മൂന്നാം ദിവസവും BC എന്നിവർ സഹായിച്ചാൽ Aക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ് ചോദ്യം. ആദ്യം ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. ABC Aക്ക് 20, B 30, C 60. ഇതിൻ്റെ LCM കാണുമ്പോൾ LCM 60. സോ എയുടെ എഫിഷ്യൻസി നമുക്ക് 3, ബിയുടെ എഫിഷ്യൻസി 2, സിയുടെ എഫിഷ്യൻസി 1 എന്ന രീതിയിലെടുക്കാം. ഇനി നോക്കൂ, ഓരോ 3 ദിവസത്തിനുമാണ് ബിയും സിയും എയെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ. ഫസ്റ്റ് ഡേയിൽ എ മാത്രമായിരുന്നു വർക്ക് ചെയ്തത്, സെക്കൻഡ് ഡേയിലും എ മാത്രമായിരുന്നു. പക്ഷേ തേർഡ് ഡേയിൽ എയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബിയും സിയും ഉണ്ടായിരുന്നു. അപ്പോൾ എയുടെ എഫിഷ്യൻസി 3, രണ്ടാമത്തെ ദിവസം എ മാത്രം, സോ എഫിഷ്യൻസി 3. മൂന്നാമത്തെ ദിവസം എഫിഷ്യൻസി എത്ര വരും? 3 പ്ലസ് ബിയുടെ എഫിഷ്യൻസി ആയ 2, സിയുടെ എഫിഷ്യൻസി ആയ 1. അപ്പോൾ ഈ 3 ദിവസത്തെയും കൂടി ടോട്ടൽ എഫിഷ്യൻസി എടുത്താൽ 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1, അതായത് നമുക്കിത് 12 എന്ന് കിട്ടും. അതിൽ 12 യൂണിറ്റ് ഓഫ് വർക്കാണ് 3 ദിവസത്തിൽ ചെയ്ത് തീർത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം ടോട്ടൽ 60 യൂണിറ്റ് ആണ്. ഇതിൽ 12 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്തത് 3 ദിവസമാണ് എങ്കിൽ 60 യൂണിറ്റ് വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം. നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം? = 3/12 × 60. ഇത് ചെയ്യുമ്പോൾ 5 = 15 ഡേയ്സ് എന്നാണ് ഉത്തരം.